നിങ്ങൾ അറിഞ്ഞു കാണും, മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് 3 അമേരിക്കൻ പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിട്ടു പോകുവാൻ പോലീസ് ഉത്തരവിട്ടിരിക്കുന്നു. വിനോദസഞ്ചാരത്തിനെത്തിയവർ മതപ്രചരണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ നടപടിയെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. ഹാലലിയ ന്യൂസിൽ കഴിഞ്ഞ ചില നാളുകളായി പാസ്റ്റർ വിനോദ് ചാക്കോ നേതൃത്വം നൽകുന്ന ദൈവരാജ്യ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രേക്ഷകർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് തിരുവല്ലയിൽ വെച്ച് നടത്തുകയാണ്. ഈ വരുന്ന മെയ് മാസം 13-ാം തീയതി തിരുവല്ലയ്ക്ക് അടുത്തുള്ള കിഴക്കൻമുത്തൂർ ജംഗ്ഷനിലുള്ള IPC ബദേൽ ചർച്ചിൽ വെച്ചാണ് ഈ സെമിനാർ നടക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിക്കും. വൈകുന്നേരം 5 മണി വരെ തുടർമാനമായി അദ്ദേഹവുമായിട്ട് സംഭാഷണം നടത്തുവാനും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുവാനുമുള്ള അവസരമാണുള്ളത്. 100 പേർക്ക് മാത്രം, അതായത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്നതായിരിക്കും. ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസുണ്ട്. താല്പര്യമുള്ളവർ ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പൂനെയിലെ ഖഡക് പോലീസാണ് 3 അമേരിക്കൻ പൗരന്മാർക്ക് ലീവ് ഇന്ത്യ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവർ മെയ് 10-നകം ഭാരതം വിട്ടു പോകണമെന്നാണ് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇംസ് റിജി ഹഡ്സൺ 65 വയസ്സുണ്ട്. ഫ്രാൻസ് തോമസ് 53 വയസ്സുണ്ട്. അതുപോലെ ഗാരി റോസ്മണ്ട് ജിൻ, അദ്ദേഹത്തിന് 64 വയസ്സുണ്ട്. ഇങ്ങനെ 3 അമേരിക്കൻ പൗരന്മാരെയാണ് പൂനെയിലെ പോലീസ് അവരുടെ ഹിൽട്ടൺ ഹോട്ടലിൽ നിന്ന്, അവരവിടെയാണ് താമസിച്ചിരുന്നത്, ആ ഹോട്ടലിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഏപ്രിൽ 26-ന് ശുക്രവാർ പത്തിലെ പഞ്ചമുഖി മാരുതി ക്ഷേത്രത്തിന് സമീപത്തു കൂടെ പോകുന്ന ഒരു ടാക്സിയിൽ യാത്ര ചെയ്യവേ അവർ യാത്ര ചെയ്യുന്ന ടാക്സിയിലെ ഡ്രൈവറോട് സുവിശേഷം പറഞ്ഞു. ഡ്രൈവർക്ക് ചില ലഘുലേഖകൾ നൽകി. ഇതൊക്കെയാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ലോകം എന്തിനാണ് ഇത്രയധികം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്ന തലക്കെട്ടോടെയുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി ഭാഷകളിൽ അച്ചടിച്ച ലഘുലേഖകളാണ് ഇവർ വിതരണം ചെയ്തതെന്ന് പോലീസ് ആരോപിക്കുന്നു. അതുപോലെ തന്നെ ഇവർ പെൻസിൽവാനിയ ആസ്ഥാനമാക്കിയുള്ള ഈ ബൈബിൾ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സംഘടനയുടെ ആളുകളാണ് എന്നും പറയുന്നുണ്ട്. അവരുടെ ലഘുലേഖയെല്ലാം ഈ സംഘടനയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റ് വിസയിലാണ് ഈ അമേരിക്കൻ പൗരന്മാർ ഇന്ത്യയിലെത്തിയത്. അങ്ങനെ അവർ പൂനെയിൽ താമസിച്ചുകൊണ്ട് മതപരമായ സന്ദേശങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സത്യത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത്തരം നിരവധി സംഭവങ്ങൾ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ ആസമിൽ ജോൺ മാത്യു ബൂൺ, മൈക്കൽ ജെയിംസ് ഫ്ലിഞ്ചം എന്നീ അമേരിക്കൻ പൗരന്മാരെ സമാനമായ രീതിയിൽ നാടുകടത്തിയിട്ടുണ്ട്. ഒരു കെട്ടിട ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. 2025 ജൂലൈയിൽ മുംബൈയിലെ തന്നെ പിംബ്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അമേരിക്കൻ പൗരനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെയും രാജ്യത്തു നിന്ന് പുറത്താക്കി. ഇങ്ങനെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ ധാരാളം ആളുകളെയാണ് ഇതുപോലെ കുറ്റാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയിട്ടുള്ളത്. അവരെല്ലാം മതപ്രചരണം നടത്തി എന്നുള്ളതാണ് ആരോപണങ്ങൾ. ഇവിടെയാണ് നമ്മൾ ഗൗരവമായൊരു ചോദ്യം ചോദിക്കേണ്ടത്. ഭാരതത്തിൽ വിദേശ പൗരന്മാർ മതപ്രചരണം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നത് 100% ഉൾക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. നിയമമാകുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകേണ്ടതാണ്. ഞാനിത് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ടെന്നേ. അവർ നമ്മുടെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനവും നടത്താറുണ്ട്. അവിടങ്ങളിലെ പൂജകളിലും ആരാധനകളിലും ഇവരൊക്കെ പങ്കെടുക്കുകയും യോഗയും താന്ത്രിക വിദ്യകളുമൊക്കെ പരിശീലിക്കാറുമൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ സംസ്കാരവും മതവും ഒക്കെ മനസ്സിലാക്കാൻ തന്നെയാണ് ഇവരൊക്കെ വരുന്നത്. അവർ ഇവിടെയൊക്കെ സന്ദർശിക്കേണ്ടതും ആവശ്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ രാജ്യം സന്ദർശിക്കുന്നത് നല്ല കാര്യമാണ്. ഇതൊക്കെ അവരറിയുകയും ചെയ്യട്ടെ. എന്നാൽ ഇങ്ങനെ വരുന്ന ആയിരക്കണക്കിന് വിദേശികൾ നമ്മുടെ നാട്ടിൽ വെച്ച് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതിനൊന്നും യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇല്ലാത്തൊരു രാജ്യമാണ് നമ്മുടേത്. അതായത് ഹിന്ദു മതത്തിലേക്ക് ആര് മതം മാറിയാലും നിയമങ്ങൾ കണ്ണടയ്ക്കും. അതേസമയം വിദേശിയായ ഒരു ക്രിസ്ത്യാനി ഇന്ത്യയിൽ വരുമ്പോൾ അയാൾ ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ ഏതെങ്കിലും ഒരു സഭയിൽ പോയാൽ അവിടെ പ്രസംഗിക്കുകയോ വല്ലതും ചെയ്താൽ, അല്ല അയാൾ ബൈബിളോ ക്രിസ്തീയ പുസ്തകങ്ങളോ കൊണ്ടു നടക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്താൽ
അങ്ങനെയുള്ള ആളുകളെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കും. ഇതിനെ ഇരട്ടത്താപ്പെന്നല്ലാതെ എന്താണ് നമുക്ക് വിളിക്കുവാൻ സാധിക്കുക? ഇനി മറ്റൊരു കാര്യത്തിലേക്ക്. അമേരിക്കയിലും യൂറോപ്പിലും സജീവമായി പ്രവർത്തിക്കുന്ന സദ്ഗുരുവിൻ്റെ ഇഷ ഫൗണ്ടേഷൻ, ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്, ഹരേ രാമ ഹരേ കൃഷ്ണ, ഇസ്കോൺ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ. ഇവർ സംഘടിതമായി തന്നെ വിദേശികളെ ഇന്ത്യയിൽ എത്തിക്കുകയും വൻതോതിൽ മതം മാറ്റം നടത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ മതം മാറുന്ന വിദേശികൾ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുകയും മതപരമായ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുകയും അവർ തങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറും ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കൊന്നും ക്രിസ്ത്യാനിക്ക് ബാധകമായ നിയമങ്ങളൊന്നും ബാധകമല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രവുമല്ലെന്നേ, ഇന്ത്യയിൽ മതപരിവർത്തനത്തെ എതിർക്കുന്ന പല സംഘടനകളും നടത്തുന്ന ആഗോള പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭാരതീയരായ ഹിന്ദു സന്യാസിമാരും ആത്മീയ ഗുരുക്കന്മാരും നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക. അമേരിക്കയിലും യൂറോപ്പിലും ഇഷ ഫൗണ്ടേഷൻ, ആർട്ട് ഓഫ് ലിവിങ്, ഇസ്കോൺ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിൽ സജീവമാണ്. അമേരിക്കയിൽ മാത്രം ഇഷ ഫൗണ്ടേഷൻ വർഷം തോറും ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിക്കുകയും യോഗ ക്ലാസ്സുകളായും സത്സംഗങ്ങളായും അവർ അവിടെ ഹൈന്ദവ ദർശനങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയുള്ള സർക്കാരുകളോ നിയമവ്യവസ്ഥയോ അവരെ ഒരു നിലയിലും തടയുന്നില്ല. കഴിഞ്ഞ ദിവസം RSSൻ്റെ പ്രമുഖനായ ഒരു നേതാവ്, അതായത് അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുള്ള അമേരിക്കയിൽ സന്ദർശനം നടത്തി. എന്താണ് കാരണമെന്നറിയാമോ? 2026 മാർച്ച് 4 പുറത്തു വന്ന അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ കമ്മീഷൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ RSSനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘാതമായിരുന്നു. ചരിത്രത്തിലാദ്യമായി RSSനെതിരെ നേരിട്ടുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമെതിരെ നടത്തുന്ന പീഡനങ്ങൾക്ക് ഈ സംഘടന കൂട്ടുനിൽക്കുന്നു, നേതൃത്വം നൽകുന്നു എന്നാണ് റിപ്പോർട്ട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഒരു നിരോധനം വരികയാണെങ്കിൽ അമേരിക്കയിലുള്ള സംഘടനയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക, നേതാക്കന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബ്ലാക്ക് ലിസ്റ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തിന് മുമ്പിൽ ഒരു മാന്യതയുടെ മുഖംമൂടി അണിയേണ്ടത് സംഘത്തിന് വളരെ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ലക്ഷ്യത്തോടെയാണ് ഹൊസബുള്ള വാഷിങ്ടണിൽ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ സന്ദർശന യാത്രയിൽ അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. വസുദൈവ കുടുംബകം എന്ന ആശയത്തിലൂടെ ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് വിശ്വസിക്കുന്ന ഭാരതീയ ചിന്താഗതിയാണ് RSSൻ്റെ അടിസ്ഥാന ആശയം. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇവിടെ വളരെ ലളിതമായൊരു ചോദ്യം ഞാൻ ഉന്നയിക്കട്ടെ. ലോകം മുഴുവൻ ഒരു കുടുംബമാണെങ്കിൽ എന്തിനാണ് ഒരു അമേരിക്കൻ പൗരൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിനെയും അയാൾ വിതരണം ചെയ്യുന്ന ലഘുലേഖയെയും നിങ്ങൾ ഭയപ്പെടുന്നത്? ഭാരതത്തിൽ ഒരു വിദേശ പൗരൻ യേശുവിനെ കുറിച്ച് മിണ്ടിയാൽ അത് വിസാലംഘനമായും മതപരിവർത്തനമായും ചിത്രീകരിക്കപ്പെടുന്നു. യോഗയുടെ മറവിൽ ലോകം മുഴുവൻ ഹൈന്ദവ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു സാംസ്കാരിക വിനിമയമാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിൽ വന്ന് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചാൽ അത് അപരാധമാണെന്നും കരുതുന്ന ഈ നിലപാട് വലിയൊരു ഇരട്ടത്താപ്പല്ലേ? അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനും സന്യാസിമാർക്ക് സന്ദേശം നൽകുവാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇന്ത്യയിൽ ക്രിസ്തീയ സന്ദേശം നൽകുന്നവരെ നാടുകടത്തുന്നത് ജനാധിപത്യത്തിന് ചേർന്നതാണോ? നമ്മുടെ രാജ്യത്തിന് ഇതുകൊണ്ടൊക്കെ അന്തർദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഡാമേജ് ഭയാനകമാണ്. വിസ നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ നിയമം അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. വിദേശ സന്യാസിമാർ ഭാരതത്തിൽ സന്ദർശനം നടത്തുമ്പോഴോ ആത്മീയ ക്ലാസുകൾ നൽകുമ്പോഴോ ഇല്ലാത്ത ജാഗ്രത ബൈബിൾ ലഘുലേഖ വിതരണം ചെയ്യുന്നതിൽ മാത്രം നിയമങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഭരണഘടനാപരമായ വിവേചനമാണ്. പൂനെയിലെത്തിയ ഈ ക്രൈസ്തവർ നാടുവിടുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നീതിയാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.